എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓരോരുത്തരും വീട് നിർമ്മിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാനായി ഒരു പൂജാസ്ഥാനം ഒരുക്കാറുണ്ട്. പൂജാമുറിയിൽ നിത്യവും പ്രാർത്ഥനകളും മറ്റും നടത്തുമ്പോൾ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ലഭിക്കുകയും ചെയ്യും. എന്നാൽ പൂജാമുറിയിൽ ഏതൊക്കെ ദേവതമാരുടെ ചിത്രങ്ങൾ വയ്ക്കാം, അവ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ദേവതയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നവർക്ക് സംശയങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന തരത്തിലാണ് പലരും പറയുന്നത്. എല്ലാത്തിൻ്റെയും പുറകിൽ പോയാൽ മാറി മാറി ചിന്തിച്ച് സമയം കളയാം എന്നല്ലാതെ മറ്റു പ്രയോജനങ്ങൾ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അറിവുകൾ കേൾക്കുന്നതിൽ കുഴപ്പമില്ല. കേട്ടതിന് ശേഷം നിങ്ങളുടെ യുക്തിക്ക് എന്താണോ ശരിയായി തോന്നുന്നത് അതുമാത്രം പിന്തുടരുക. പൂജാമുറിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം ഏതാണെന്ന് നോക്കാം. പൂജാമുറിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം ഹാളിൽ ഒരു ഓപ്പൺ ഷെൽഫായോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ്, കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് അഭിമുഖമായി ഒരു റൂമായോ, അടുക്കളയുടെ വടക്ക് പടിഞ്ഞാറ് കിഴക്ക് നോക്കി ഒരു ഓപ്പൺ ഷെൽഫായോ പൂജാറാം ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. കേരളീയ വാസ്തുവിൽ ഈശാന കോൺ പൂജാമുറിക്ക് അനുയോജ്യമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് അമിതമായ ആത്മീയ ചിന്ത, ഗ്രഹനാഥന് കടൻ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കും. പൂജാമുറിയുടെ സൈഡിലോ പുറകിലോ ഒരിടത്തും ശുചിമുറിയുമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. ഇനി ദേവതാ ചിത്രങ്ങൾ ഏത് ദിശയിൽ വയ്ക്കാമെന്ന് നോക്കാം. എല്ലാ ദിശയിലും ദേവതാ സാന്നിധ്യമുണ്ട്. പൂജാമുറിയിൽ ഏത് ദിശ നോക്കി ചിത്രങ്ങൾ വച്ചാലും യാതൊരു തെറ്റുമില്ല. പിന്നെ നടരാജസ്വാമി, ഹനുമാൻ, ദക്ഷിണാമൂർത്തി, ദുർഗ തുടങ്ങിയവർക്കൊക്കെ തെക്ക് ദിശ നോക്കി ചിത്രം വയ്ക്കാവുന്നതാണ്. അതിൽ യാതൊരു കുഴപ്പവുമില്ല. പിന്നെ പിതൃക്കളുടെ ചിത്രങ്ങൾ പൂജാമുറിയിൽ വെച്ച് ആരാധിക്കരുത്. ചിത്രങ്ങൾ വയ്ക്കുമ്പോൾ ഉഗ്രദേവതകളുടെ ചിത്രം വയ്ക്കാതിരിക്കുക. അവരുടെ തന്നെ ശാന്തരൂപത്തിലുള്ള ചിത്രങ്ങൾ വെച്ച് ആരാധിക്കാം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നുവെന്നാൽ, നമ്മൾ ഏത് ദേവതയെ ആരാധിക്കുന്നുവോ ക്രമേണ ആ ദേവതയായി നമ്മൾ മാറുന്നു. അതായത് അവരുടെ ഗുണം നമ്മളിലും കാണാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഭദ്രകാളിയെ ഉഗ്രമായി ആരാധിക്കുന്നവർക്ക് ആ ഒരു വീരവും എന്തും നേരിടാനുള്ള ഒരു ധൈര്യവും അവരുടെ കണ്ണുകളിൽ ഒരു തീക്ഷ്ണതയും എപ്പോഴും ഉണ്ടാകും. കൃഷ്ണനെ ആരാധിക്കുന്നവരെ നോക്കൂ, അവരെപ്പോഴും നല്ല റൊമാൻറ്റിക് ആയിരിക്കും, നല്ല ചുറുചുറുക്കുണ്ടായിരിക്കും. സരസ്വതിയെ ആരാധിക്കുന്നവർക്ക് നല്ല ബുദ്ധിയും ഓർമ്മയും ഉണ്ടാകും. അതുകൊണ്ടാണ് വീടിനകത്ത് ഉഗ്രദേവതകളെ ആരാധിക്കരുത് എന്ന് പറയുന്നത്. ദേവതകൾ നമ്മളെ ഒന്നും ചെയ്യില്ല, പകരം അവരുടെ ഗുണങ്ങൾ നമ്മളിലും വന്നു ചേരും. കാരണം ദിവസവും നമ്മൾ ആ ചിത്രം കാണുന്നുണ്ട്, അതിനെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ആ ദേവതയിൽ നമ്മൾ അലിഞ്ഞു തീരുകയാണ് ചെയ്യുന്നത്. വീടിൻ്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും മഹാലക്ഷ്മി, ലളിതാദേവി, വെങ്കിടേശ്വരൻ, മുരുകൻ തുടങ്ങിയ ദേവതകളുടെ ആരാധന ഉത്തമമാണ്. മറ്റ് ദേവതകളെ അതാത് ക്ഷേത്രങ്ങളിൽ പോയി പഠിക്കുന്നതാണ് ഉചിതം. അതുപോലെ ദേവതകളുടെ കുടുംബസമേതമുള്ള ചിത്രം വെച്ച് ആരാധിക്കുന്നതാണ് ഉത്തമം. ശിവനാണെങ്കിൽ പാർവതി, മുരുകൻ, ഗണപതിയോടു കൂടി രാജ അലങ്കാരത്തോടുള്ള ശിവന്റെ ചിത്രം വയ്ക്കാം. വള്ളി ദേവസേനയോടൊപ്പമുള്ള മുരുക ഭഗവാന്റെ ചിത്രം വയ്ക്കാം. ലക്ഷ്മി നാരായണ സമേതമുള്ള ചിത്രം വയ്ക്കാം. ശിവന്റെ ശക്തി പാർവതിയും നാരായണന്റെ ശക്തി മഹാലക്ഷ്മിയുമാണ്. രണ്ടുപേരെയും ഒരുമിച്ച് ആരാധിക്കുന്നത് ഒരു പടി ഉയർന്നതാണ്. സൗന്ദര്യലഹരിയിൽ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ ശങ്കരാചാര്യർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി. ശക്തിയോട് ചേരുമ്പോൾ മാത്രമേ ശിവന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിയൂ. ശക്തിയില്ലെങ്കിൽ ശിവൻ കേവലം ശവം പോലെ ചലനമറ്റവനാണ്. ശിവനിലെ ആന്തരികമായ ചൈതന്യവും പ്രവൃത്തിയും ശക്തിയാണ്. അതിനാൽ ശിവനെ ആരാധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചൈതന്യമായ ശക്തിയെ ആരാധിക്കുന്നത് അനിവാര്യമാണ്. ശിവൻ എന്ന് പറയുന്നത് നിശ്ചലമായ ബോധമാണ്. ശക്തി പ്രപഞ്ചത്തിൻ്റെ ചലനാത്മകമായ ഊർജമാണ്. നമ്മുടെ ശരീരമെടുത്താൽ ദേഹം എന്നത് ചലിക്കണമെങ്കിൽ അതിൽ ജീവൻ വേണം. ഇവിടെ ജീവൻ എന്നതാണ് ശക്തി. ഒരു വസ്തുവിന് ബോധം മാത്രമല്ല, അത് പ്രവർത്തിക്കാനുള്ള ഊർജവും വേണം. ബോധവും ഊർജവും ഒരുമിച്ച് ചേരുമ്പോഴാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഈ സമതുലനാവസ്ഥയെ ആരാധിക്കുന്നത് വഴി ഒരു ഭക്തൻ ആത്മീയമായും ഭൗതികവുമായ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നു. ശിവൻ എന്നത് ലക്ഷ്യസ്ഥാനവും ശക്തി എന്നത് അവിടേക്ക് എത്തിക്കുന്ന മാർഗവുമാണ്. ഇവരെ വേർപെടുത്തി കാണാനാകില്ല എന്നതിനാലാണ് ഹൈന്ദവ ആചാരങ്ങളിൽ ശിവനോടൊപ്പം ശക്തിയെയും
ശക്തി എന്ന് പറയുന്നത് പാർവതി, ദുർഗ, കാളി തുടങ്ങി ഏത് രൂപവുമാകാം. അതുപോലെ വിഷ്ണുവിനോടൊപ്പം ലക്ഷ്മിയെയും ആരാധിക്കുന്നത് ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പൂജാമുറിയിലെ ചിത്രങ്ങളും ഗ്രഹങ്ങളുടെ ആധിക്യത്തെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ മുൻപ് നൽകിയിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. വീട്ടിലെപ്പോഴും ശുഭഗ്രഹങ്ങളുടെ ആധിക്യമുള്ള ചിത്രങ്ങളാണ് ആരാധിക്കാൻ ഉത്തമം. സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ഗുരു, ശുക്രൻ തുടങ്ങിയ ശുഭഗ്രഹങ്ങളുടെ ആധിക്യമുള്ള ചിത്രങ്ങൾ വീട്ടിൽ വച്ച് ആരാധിച്ചാൽ ഐശ്വര്യം, സമ്പത്ത്, സമാധാനം എന്നിവ കുടുംബത്തിൽ ഉണ്ടാകും. അതുപോലെ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് പോലെ വിഗ്രഹങ്ങൾ വാങ്ങിവെച്ച് അതിന് അഭിഷേകം നടത്തുന്നത് സാധാരണക്കാർ ചെയ്യേണ്ടതില്ല. ശ്രീചക്രമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യണം. അതും പൗർണമികളിലും വെള്ളിയാഴ്ചകളിലും പ്രധാനമായും ചെയ്യണം. മറ്റ് ദേവതകളുടെ വിഗ്രഹങ്ങൾ വച്ച് അമ്പലം പോലെ ആരാധിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇഷ്ടദേവതയുടെ ഒരു വിഗ്രഹം വാങ്ങുക, അതിനെ നന്നായി അലങ്കരിച്ച് വെച്ചോളൂ. എന്നും അഭിഷേകവും പൂജകളും ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഗുരുവിൽ നിന്ന് പൂജകൾ പഠിച്ച് ചെയ്യുന്നവരുണ്ടാകും, അവർക്ക് ഇത് ബാധകമല്ല. പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് ആരാധനയ്ക്ക് വിഗ്രഹ അഭിഷേകങ്ങളോ വലിയ പൂജകളോ ആവശ്യമില്ല. ദിവസവും ഒരു 10 മിനിറ്റ് പ്രപഞ്ചശക്തിയും നിങ്ങളുമായി ഒരു ബന്ധം ഉണ്ടാക്കുക എന്ന് മാത്രം. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.